ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എന്താ ഒരു കള്ളച്ചേരി ഗുഡ് മോർണിംഗ് ഒപ്പം? അത് ഇടയ്ക്കല്ലേ ഞങ്ങൾ അടുക്കളയിൽ വരുന്നുള്ളൂ, അതുകൊണ്ട്. അല്ല, എന്നാലും അമ്മയ്ക്ക് തന്നെ ഒരു ചമ്മല്. എന്താ ഞാൻ ചെയ്യാ? ഒരു റെഗുലാരിറ്റി ഇല്ലല്ലോ, എന്ത് വിചാരിക്കും ഇവര് അല്ലേ? അതവർക്ക് അറിയാട്ടോ. ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാം. അമ്മ, വെണ്ടയ്ക്ക മുറിച്ചിട്ട് തന്നെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? നീളത്തിൽ അങ്ങനെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കാൻ എന്താ കാരണം അറിയോ? ഇംഗ്ലീഷുകാർ എതിരെയാണല്ലോ ലേഡീസ് ഫിംഗർ എന്ന് പറയുക. അത് സ്ത്രീകളായ നിങ്ങൾ തന്നെ മുറിച്ച് കഷ്ണാക്കി മസാല ഇടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാണ്. ഓക്കെ, കുറച്ച് നാളികേരം, കറിവേപ്പില, പച്ചമുളക്. ഇത് പഴുത്തതാണ് കേട്ടോ മുളക്, അതാണ് ഈ നിറം. പിന്നെ വെളുത്തുള്ളി, കടുക്, ഉഴുതുപരിപ്പ്, കടലപ്പരിപ്പ്, എണ്ണ. അത്ര. അല്ല, ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? എന്തായിരിക്കും ഇവൻ പറയും വെറും വെണ്ടയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അത് മീനൊക്കെ ഞാൻ മുളക് വരട്ടി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നെ വറുത്ത് കൊടുക്കും. പക്ഷെ ഇതിന് ഞാൻ എനിക്ക് പച്ചക്കറി കഴിക്കാനാണ്. പക്ഷെ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചുണ്ടിലമ്മ നാടിയാർ അരയ്ക്കുമ്പോ തിന്നത് ഒരു കഷ്ണം അവിടെ കിടക്കുന്നുണ്ട്. തിന്നിട്ടില്ല. അത് പിന്നെ ചുണ്ടിൽ ചാടിയതാ? അതെ, ഞാൻ പറയൂ, കണ്ടില്ലേ എനിക്ക് വെണ്ടയ്ക്കയും മറ്റുള്ള സാധനങ്ങളെ തരാന്ന്. ഇത്ര മീൻ വറുക്കുന്നു. ഇത് പിന്നെ നെയ്മീനാണല്ലോ, ചെമ്മീനാണല്ലോ. നിനക്ക് ഇഷ്ടമുള്ള മീനല്ലേ? എനിക്ക് ഇഷ്ടമുള്ള മീനാണ്. അപ്പൊ ഇത് ഞാൻ വറുത്ത് കൊടുക്കും. അപ്പോഴേ എനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം അമ്മ വെക്കാറുണ്ടോ? എല്ലാം വെക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നൊരു കാര്യം ചോദിക്കട്ടെ? ഞാനേ കുറേ കാലമായി ബീഫ് വെക്കമ്മ അമ്മ വെച്ചിട്ടുണ്ടോ? കല്ലുമ്മക്കായ വെക്കമ്മ വന്നിട്ട് അമ്മ വെച്ചിട്ടുണ്ടോ? കല്ലുമ്മക്കായ കിട്ടാനില്ല പറയാം. കല്ലുമ്മക്കായ എനിക്ക് അത്രക്ക് ബീഫല്ലേ. ഓ, ഇനിയിപ്പോ എനിക്കത് ഇങ്ങനെ വെക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാന്നല്ല, വെക്കാം. നിനക്ക് വേണ്ടിയിട്ടൊക്കെ വേണേ വെച്ചതാണ് കേട്ടോ. അതെന്താ അങ്ങനെയൊക്കെ പറയണം? എന്നാ പിന്നെ ഞാൻ മേടിച്ചു കഴിച്ചോളാം. എന്നോട് പറയണ്ട, അവരോട് കംപ്ലൈന്റ് പറയണം. അതെന്തിനറിയോ? ഇപ്പൊ വെണ്ടയ്ക്ക വെച്ചിട്ട് ഞാൻ അവനത് മീൻ വറുത്തും കൂടി കൊടുക്കേണ്ടത് അമ്മ കംപ്ലൈന്റ് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എനിക്കും പറയാമല്ലോ. അതെ, അമ്മ കണ്ടില്ലേ, എപ്പോ നോക്കിയാലും ഈ ചപ്പും ചവറും ഇതൊക്കെ തന്നെയാണ് എനിക്ക് വെച്ച് തരാന്ന് നീ പറയാറില്ലേ? അങ്ങനെ ചവറൊന്നും പറയാറില്ല, എപ്പോഴും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അമ്മ പറയും ഫ്രിഡ്ജിലുണ്ട്. ഏതോ ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരാൾ നിൽക്കേണ്ടി വന്നിട്ട് നമുക്ക് എന്താണ് കാര്യം? നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വന്നാലല്ലേ നമ്മുടെ അതിഥിയാവുള്ളൂ. ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ്, ഒരു ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരാളുണ്ട് പറയും പോലെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അത് അമ്മ എപ്പോ എടുത്ത് വെക്കും പറഞ്ഞിട്ടാ? അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് പറഞ്ഞേ. ഒരു സംഭവം ഒരു സംഭവം ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് അത് നേരെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ വയസ്സിനുള്ളിൽ തരും അമ്മ. കരയണ്ട അമ്മ. അങ്ങനെ ഇത് അമ്മ അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പറയില്ല. അത് കേൾക്കാൻ ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? എന്താ എൻ്റെ അമ്മ ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ 5 വയസ്സിലൊക്കെ നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ എന്തൊക്കെ പറഞ്ഞ് നേടിയിട്ടുണ്ടാവും അമ്മ. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ ഫ്ലാഷ് ബാക്ക് ഒന്ന് ആലോചിക്കുകയാണ്. എൻ്റെ അമ്മയെ ഭയങ്കരം തന്നെ. ഇത് അമ്മ മാത്രം എങ്ങനെയായിരുന്നു? നമ്മുടെ സഹോദരന്മാർ മുഴുവൻ എങ്ങനെയാണോ? ഞങ്ങളുടെ കാര്യമല്ല ചോദിച്ചു. കുട്ടിയോട് പറയാ, എന്ത് പറഞ്ഞാലും പറയും കുട്ടിയോട്. നിങ്ങളുടെ കാര്യം ചോദിച്ചു, നിങ്ങളുടെ സഹോദരന്മാരൊക്കെ എങ്ങനെ ആയിരുന്നോ? ഇങ്ങനെ കൊഞ്ചിട്ടൊക്കെ കാര്യങ്ങൾ നേടുന്നുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഞങ്ങളുടെ ഈ ചെറിയ കെഞ്ചലും കൊഞ്ചലും ചെയ്യുമ്പോ എന്തിനാ അങ്ങനെ കുറ്റം പറയണത്? വെച്ച് തരാറുണ്ടല്ലോ. നന്ദി ഇല്ലാത്തവരെന്നും കൂടി പറഞ്ഞു. ഈ ഒരു പേര് മാത്രമേ എനിക്ക് ഈ ലോകത്ത് കേൾക്കാൻ ബാക്കി ഉണ്ടാവുന്നുള്ളൂ. നന്ദി ഇല്ലാത്ത രഞ്ജിത്തെ. അത് വെച്ചോ ഫ്രിഡ്ജിൽ. ഓ ആയിക്കോട്ടെ, ഞാൻ അച്ഛനും കൂടി വറുത്ത് കഴിച്ചോളാം. എന്തായാലും അതങ്ങനെ കിടക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ ജനറൽ നോളജ് കുറേ ഉണ്ടോ കൂടുണ്ടോന്ന് ശ്രദ്ധിക്കണല്ലോ. നാശമൊന്നുമല്ല, ചെറുപ്പത്തിൽ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു.
ഇപ്പോൾ കുറച്ച് ആ പഠിപ്പിച്ചത് വല്ലതും ഓർമ്മ അമ്മയ്ക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് പഠിപ്പിക്കണം. എന്താ അറിയോ, ആരാണ് ഈ ലോകത്ത്, ലോകത്ത് എന്നല്ല, ആരാണ് യഥാർത്ഥമായി ശക്തർ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുക? ശക്തൻ തമ്പുരാൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ പൂരം കഴിഞ്ഞ് വന്നിട്ട് അത് പറയരുത്, ഞങ്ങളുടെ ശക്തൻ തമ്പുരാനാണ് ഏറ്റവും വലിയ ശക്തൻ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരിൽ ശക്തൻ എന്ന് പറയാൻ മാത്രം എന്തുകൊണ്ടാണ് ശക്തൻ തമ്പുരാനെ ശക്തൻ എന്ന് വിളിച്ചതെന്ന് അറിയാം അമ്മയ്ക്ക്? എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് ശക്തൻ തമ്പുരാൻ എന്നുള്ള പേരെന്നെ വന്നത്. അതേപോലെ ഒരു മനുഷ്യരിൽ ശക്തനാവണമെങ്കിൽ എന്ത് ഗുണങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവൻ ചെയ്യേണ്ടത്? ഒരു മനുഷ്യന് ശക്തനാവണമെങ്കിൽ നല്ല ഉറച്ച തീരുമാനം വേണം, മനസ്സിലെ ദൃഢത വേണം, ഇന്നത് ഞാൻ ജയിച്ചേ തീരൂ എന്നുള്ള ഒരു ശക്തമായ തീരുമാനം വേണം. അതൊക്കെയാണ് ശക്തർ. പിന്നെ ഇപ്പം നിന്നെ ഒരാൾ തകർക്കാമെന്ന് വിചാരിച്ചോ, നിന്റെ ഉന്നതിയിൽ അവർക്ക് ഇഷ്ടമില്ല, അവരതിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തകർക്കാൻ നോക്കുകയാണെന്ന് വെച്ചോ, അപ്പം നീ പെട്ടെന്ന് എന്താ വിചാരിക്കുക, അത് ശരി, അവരെന്തോ ചെയ്തു, നീ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം നടന്നില്ല. അപ്പം നിനക്ക് എന്താ തോന്നുക പെട്ടെന്ന്? അവര് എന്നെ എങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് നീ ആ മുന്നോട്ടുള്ള നിന്റെ കാര്യം നടത്താനല്ല ശ്രമിക്കുക. നീ എന്താ വിചാരിക്കറിയോ, അവനെന്നെ എങ്ങനെ ചെയ്തല്ലോ, അവനെ ഞാൻ എന്തെങ്കിലും പകരം വീട്ടിയിട്ടേ ഉള്ളൂ എന്ന് പറയാം. അപ്പൊ ഈ ചെയ്യണ കാര്യം ചെയ്യാണ്ട് പകരം വീട്ടാൻ പറ്റും, അത് ദുർബലത ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ശക്തന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുക, എന്നിട്ട് വിജയിച്ച് കളിക്കുക കുറച്ച് തീരുമാനങ്ങളോടെ. അതൊക്കെയാണ് ശക്തർ. അല്ലാതെ കുറെ ശക്തി മസിൽ പവർ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അമ്മയ്ക്ക് മസിൽ പവർ ഉള്ളത് കൊണ്ടാണോ അത് എന്നോട് പ്രത്യേകിച്ച് എടുത്തെടുത്ത് കാണിക്കുന്നത്? ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനൊരു അഭിപ്രായം പറയട്ടെ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നിന്റെ അഭിപ്രായം ഞാൻ ചേർക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ ദുർബലർ എന്താണ്? ദുർബലർ എന്താന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തെ മറന്ന് തന്നെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുക. ആ തീരുമാനം അവിടെ മാറ്റി വെച്ചു. നിന്റെ വിജയത്തിന് പിന്നിൽ ആരോ തടസ്സം നിന്നു, പക്ഷെ നീ അത് നടത്തണം. ആരൊക്കെ തടസ്സം നിന്നാലും നിന്നിലുള്ള ഒരു വിശ്വാസം ഉള്ളതാണെങ്കിൽ ആര് തടസ്സം നിന്നാലും ഞാനിത് നടത്തും എന്നുള്ള ഉറച്ച വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ വിജയിക്കുക. അത് നീ ചെയ്യണം. അല്ലാണ്ട് അവനെന്റെ ജീവിതത്തിൽ തടസ്സം നിന്നു, ഞാനിനി അവനെ പകരം വിടുമെന്ന് വിചാരിച്ചാൽ അതൊരു ദുർബലതയാണ്. തടസ്സം നിന്നോ അതോ നമ്മളെ ചതിച്ചോന്നോ എന്തായാലും അതല്ല ശരി. നമ്മൾ വിജയിച്ച് മുന്നോട്ട് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെയൊക്കെ പിന്നിന്നും നമ്മളറിയാണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നിൽ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെക്കാട്ടിലും നല്ലൊരു പുഞ്ചിരി നമ്മൾ അവരെ നോക്കി ചിരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിന്ന് എന്താ എന്നെ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ അവർ വിചാരിക്കും, അയ്യോ ഈ അമ്മ ചേച്ചിക്ക് ഒന്നും അറിയില്ല. ഇപ്പം അമ്മേനെ തന്നെ ഞാൻ ഉദാഹരണം എടുക്കുക, അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നാമ്പുറത്ത് കൂടെ അമ്മേനെ ഒരുപാട് മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞ്, അല്ലെങ്കിൽ അമ്മ സഞ്ചരിക്കുന്ന വഴികൾ മുഴുവനും കുഴി വിരിച്ചിട്ട് ഇപ്പോൾ ആനയ്ക്ക് കുഴി വയ്ക്കില്ലേ എന്ന് വെച്ചാൽ അമ്മ ആന എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതുപോലെ ചതിക്കുഴികളൊക്കെ ഒരുക്കി ആൾക്കാർ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നീ ഒരുക്കിയിട്ടുള്ള ചതിക്കുഴികൾ എനിക്കറിയാം, നീ എൻ്റെ പിന്നിൽ നിന്നും എന്നെ പറയുന്ന തെറ്റുകൾ മുഴുവൻ ഞാൻ അറിയുന്നുണ്ട്, പക്ഷേ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന ഭാവത്തോടു കൂടി അവൻ്റെ മുഖത്തും കൂടി നോക്കി നല്ല നിഷ്കളങ്കമായ ഒരു ചിരി ചിരിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് യഥാർത്ഥമായി ഭൂമിയിൽ ഏറ്റവും ശക്തനായ വ്യക്തി. എന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പുജാക്ഷിയാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു മഹാദുഷ്ടൻ, അങ്ങനെ അങ്ങോട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോഴല്ലേ എക്സാമ്പിൾ കറക്റ്റ് ആവുള്ളൂ. അമ്മേനോട് ഇങ്ങനെ വളരെ സ്നേഹത്തിലൊക്കെ ഇരുന്ന് അമ്മേനെ കാണുമ്പോഴൊക്കെ അമ്മേനെ നല്ലത് മാത്രം പറഞ്ഞ് പുഞ്ചിരിച്ച് നമ്മുടെ തോളത്ത് കൈ വെച്ചിരിക്കുന്ന ഒരു കൂട്ടുകാരനാണെന്ന് വിചാരിക്കുക. അമ്മ ഒന്ന് അങ്ങോട്ട് തിരുമ്പോഴേക്ക് നമ്മുടെ കുറ്റം പറഞ്ഞ് അമ്മ എന്തിനാണോ നേടാൻ പോകുന്നത് ആ നേട്ടങ്ങളെ മുഴുവൻ ഞാൻ ഇല്ലാണ്ടാക്കി, ആരോടാണോ അമ്മ ഒരു സൗഹൃദം കൂടാൻ പോകുന്നത് ആ സൗഹൃദങ്ങളെ മുഴുവൻ ഞാൻ നശിപ്പിച്ച് എന്നിട്ട് വീണ്ടും അമ്മേനോട് തിരിച്ചു വന്ന് പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതൊക്കെ അതിനേക്കാളും മുൻകൂട്ടി മനസ്സിലാക്കി, ഒന്നോ രണ്ടോ ഭാഷ ആകുമ്പോഴേക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടി അമ്പും കുന്തും എടുത്ത് എന്നെ കൊല്ലാൻ പറ്റുന്നതിൻ്റെ പകരം നീ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മളെ തന്നെ മൂന്നാമത്തെ ഒരു വ്യക്തിയായിട്ട് കാണുക. എന്ന് വെച്ചാൽ രണ്ടാമത്തെ അല്ല മൂന്നാമത്തവനായിട്ട് കണ്ടിട്ട് നമുക്കുള്ള ഒരുപാട് സമയമുണ്ടല്ലോ, ആ ഒരുപാട് സമയങ്ങളിൽ എന്തുകൊണ്ട് അവൻ എന്നെ ചതിച്ചു, ആ ചതിക്കാൻ ഞാൻ എങ്ങനെയാണ് അവന് സാഹചര്യം ഒരുക്കി കൊടുത്തത് എന്ന് ചിന്തിച്ചാൽ തന്നെ വിജയത്തിൻ്റെ ഒരു വഴിയായി. മനസ്സിലായില്ലേ? ആ ചതിയിൽ വീണ്ടും ഞാൻ പെടരുത്, പകരം
എന്താ അവൻ്റെ പകരം വീട്ടാം, അതിൻ്റെ തക്ക മറുപടി ഞാൻ കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ വഴി നമ്മൾ ചെയ്യേണ്ടതെല്ലാം മറന്നുപോയി പകരം വീട്ടാൻ വേണ്ടി നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടി നശിച്ചു പോകുമെന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. എല്ലാവരുടെ ജീവിതം അർദ്ധശൂന്യമായി പോകാൻ കാരണവും അതുതന്നെയാണ് അല്ലേ. നമ്മൾ എന്താ ശക്തിയില്ലാത്തവൻ്റെ ലക്ഷണം അതാണ്. ഏറ്റവും കൂടുതൽ ചതി ചെയ്യണവൻ ശക്തിയില്ലാത്ത ദുർബലനായ വ്യക്തിയാണ്. അങ്ങനത്തെ വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനൊരാളെ ചതിയിലൂടെ ഏർപ്പെടുത്താൻ പറ്റുള്ളൂ. നേരെ വാ, നേരെ പോ, നേരെ നിന്ന് സംസാരിക്കും, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നവർ ശക്തരാണ്. ഇപ്പം അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ മുഖത്ത് നോക്കി പറയണവൻ ശക്തനാണ്. അതിൻ്റെ പകരം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇയാൾ എനിക്ക് ആവശ്യപ്പെട്ട് വരും, ഇങ്ങനൊരു വ്യക്തിനെ പോലും ഞാൻ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മോശപ്പെട്ടൊരു വ്യക്തിയോടടക്കം വെറുതെ ചിരിക്കുന്നവൻ ശരിക്കും പറഞ്ഞാൽ ദുർബലം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം. നമ്മുടെ ജീവിതത്തെ സമാധാനത്തിനും ശാന്തിനെയും ആർക്കും നശിപ്പിക്കാൻ നമ്മളൊരു വഴിയാവരുത്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ പൈസേനെക്കാട്ടിലും വലുത് ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ആ പൈസ ആസ്വദിക്കാനൊരു ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു മനസ്സ് നമുക്കുണ്ടാവണം. നല്ലൊരു മനസ്സെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ അശുദ്ധിയായതൊന്നും നമ്മുടെ ചുറ്റുമുണ്ടാവാൻ പാടില്ല. നമ്മളെ വിഷമിപ്പിക്കുന്നത്, നമ്മളെ തോൽപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിൽ നല്ല ഊർജ്ജം വേണം. ആ ഊർജ്ജത്തെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോവും. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവില്ല, ആരോഗ്യമുള്ളൊരു ചിന്താഗതി ഉണ്ടാവില്ല. സുന്ദരമായൊരു മുഖം എന്ന് പറഞ്ഞാൽ നിറമോ വെളുത്തതോ കറുത്തതോ മൂക്കോ പല്ലോ കണ്ണോ ഒന്നും അല്ല, പ്രസന്നതയുള്ളൊരു മുഖമാണ് സുന്ദരമായ മുഖം. ആ സുന്ദരമായ മുഖത്തിൻ്റെ ഉടമയാവണമെങ്കിൽ ദൈവം തന്ന ബ്യൂട്ടി പാർലർ ദിവസം പോയിട്ട് സൗന്ദര്യം ഇരട്ടിപ്പിക്കണമെങ്കിൽ മനസ്സെന്ന സ്ഥലമാണ് ദൈവം തന്ന യഥാർത്ഥ ബ്യൂട്ടി പാർലർ. അവിടെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ സൗന്ദര്യം രണ്ടിരട്ടിയാക്കണമെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് വരില്ലേ, ആ കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം. അത് വരണമെങ്കിൽ ചീത്ത എന്ന് തോന്നി. ഇപ്പം അവിടെ ഒരു സംഭവം ചീഞ്ഞ് കിടക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ, അവിടെ നിന്ന് മാറിപ്പോകുക എന്നുള്ളതാണ് സത്യം. അതാണ് ശക്തരുടെ ലക്ഷണം. അപ്പോൾ ഇത് ശരിയാണോ? എന്നോ ബാല്യകാലങ്ങളിൽ അതാണ് നല്ലത്, ഇതാണ് പൊട്ടാന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. നമ്മുടെ നല്ലൊരു കൂട്ടുകാരൻ്റെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അമ്മ ഈ ഒരു കൂട്ടുകാരൻ എനിക്ക് ശരിയല്ല, അവൻ്റെ ഒപ്പം നീ പോകരുതെന്ന് ഈ അമ്മമാരൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ, കാരണം നമ്മുടെ മുന്നിൽ അഭിനയിച്ച് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിവുള്ളൊരു കൂട്ടുകാരൻ, അവനെ നമ്മൾ ഒരുപാട് വിശ്വസിക്കും. പക്ഷേ അറിവുള്ളവർ, അനുഭവമുള്ളവർ പറഞ്ഞു തരും ഇതല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അനുഭവം കൊണ്ട് പഠിക്കുന്നവനാണ് ഏറ്റവും വലിയ ഗുരു. അപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞു തന്നതെല്ലാം ഇന്ന് വേദവാക്യമായിട്ട് തോന്നണമെങ്കിൽ ജീവിതം ഒരല്പദൂരം നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഞാൻ കടമെടുക്കുകയാണ്. വീണ്ടും ഒന്നും കൂടി ചോദിക്കുകയാണ്, ആരാണ് ശക്തർ? അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, അവനവൻ്റെ മനസ്സിൽ ചങ്ങലയിട്ട് പൂട്ടാത്തവൻ, അവനവൻ്റെ മനസ്സിനെ നല്ല ഉയർന്ന് പറക്കുന്ന പക്ഷിയെപ്പോലെ, ഒരു ഗരുഡനെ പോലെ നല്ല ഉയരത്തിൽ പറക്കാനും തൻ്റെ നേട്ടങ്ങൾ നേടാനും കഴിയാൻ കഴിവുള്ള ഓരോ വ്യക്തികളും ശക്തരാണ്. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതെൻ്റെ പൊന്നമ്മ ഉണ്ടാക്കി തരില്ല എന്ന് ഞാൻ പറയേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം വെണ്ടയ്ക്ക വെച്ചാൽ പറയും ഇന്ന് അവനൊരു മുട്ട, അല്ല എന്തെങ്കിലും വെച്ചാൽ അമ്മ പറയും ഇന്നൊരു മുട്ടയും കൂടി അവന് വറുത്ത് കൊടുക്കുന്നുണ്ട് പറയും, ഇതിൻ്റെ ഒപ്പം അവന് 2 കഷ്ണം ഞാൻ വേവിച്ച് കൊടുക്കുന്നുണ്ട് പറയും. അപ്പം ഞാൻ പറഞ്ഞതൊന്നും ഉണ്ടാക്കി തരാത്ത ചില സംഭവങ്ങളുണ്ടല്ലോ, അത് എനിക്കൊന്നും പറയണ്ടേ. ബീഫ് ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ എന്താ അറിയോ, ഈ കല്ലുമ്മക്കായ എന്ന് പറയണത് ഇപ്പോൾ എന്താ പറയുക, അത് ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ ഉണ്ട് കേട്ടോ ചില സാധനങ്ങളൊക്കെ. മൈസൂർ പാക്ക് ഉണ്ടാക്കി തരാൻ വന്നിട്ട് ഉണ്ടാക്കി തന്നിട്ടില്ല. പോയി പണി നോക്കി പോയിട്ട് 10 രൂപ കൊടുത്ത ബേക്കറിയിൽ കിട്ടുന്ന സാധനം അവിടെ ഞാൻ 10 ദിവസം പണിയിട്ട് ഉണ്ടാക്കി തരാൻ എനിക്ക് എന്താ പ്രാന്ത? അല്ല, അത് ഇന്നല്ല ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പം അമ്മ ഇതുപോലെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരായിരുന്നു. അത് ബേക്കറിയിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ മതി മോനെ. അന്ന് എന്നോ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എന്താ പറയാ തോരനോ മെഴുക്കുവരട്ടിയോ ഉപ്പേരിയോ എന്താ ഒന്ന്. പക്ഷെ ഇത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ലതാണ്. വെണ്ടയ്ക്ക കറി വെക്കുന്നതാണെങ്കിൽ ഇവൻ കഴിക്കും. പിന്നെ ഈ മീനും വറുക്കും. എന്നിട്ട് മീനും ഇതും പിന്നെ കൊണ്ടാട്ടമുളകും കൂട്ടിട്ട് ഞങ്ങൾ 2 ആളും കഴിക്കും. അച്ഛൻ അതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂട്ടും.
ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല. അപ്പം നമ്മുടെ കുടുംബാംഗങ്ങളോട് മെഴുക്ക് വരട്ടി മാത്രം. വലത്തെ ഭാഗത്തെ ചെവി അത്ര കേൾക്കില്ല എൻ്റെ അമ്മയ്ക്ക്. എന്താ 3 പ്രാവശ്യം പറഞ്ഞു. നമ്മുടെ കുടുംബാംഗങ്ങളോട് അമ്മയ്ക്ക് ശക്തരായിരിക്കാനാണോ പറയേണ്ടത്, അത് ദുർബലരാവണോ ശക്തരാവണോ, എന്താണ് പറയുന്നത്? അവർ ശക്തരായാൽ മതി. ദുർബലരാണ്. അവർ ശക്തരാണ്. അവരെ ശക്തരാണ്. അപ്പോൾ ഓരോരുത്തരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കറിയാം അവർ ശക്തരാണ്. അവരാരും ഇങ്ങനെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ശത്രുത വെച്ച് പുലർത്തുന്നവരൊന്നും അല്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു യഥാർത്ഥ ബ്യൂട്ടി പാർലർ ഉണ്ട്. എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലർ പോകരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, പൊക്കോളൂ. നമുക്കുള്ള സൗന്ദര്യത്തിന് ഒന്നും കൂടി മിനിക്കാൻ പറ്റുന്ന ഏത് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് പോവാം. അങ്ങനെ പറയുകയാണെങ്കിൽ ആണുങ്ങളൊന്നും മുടി വെട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭംഗി ഉണ്ടാവും, താടി പഠിക്കാണ്ടിരുന്ന അവർക്ക് ഭംഗി ഉണ്ടാവും. ശൃംഗാരം ഒരുങ്ങിയൊക്കെ നടക്കണമെന്ന് പണ്ടുതൊട്ടേ ഉള്ളവർ പറയും. എന്താ അറിയോ, ഒരു വയസ്സായ ആൾക്കാർ നമ്മൾ രാവിലെ നീട്ടുകൂടുമ്പോൾ പൊട്ട് വെച്ച് കണ്ണൊക്കെ എഴുതി പോകണമെന്നാണ് അവരൊക്കെ പറയുക. കർണാടകയിൽ തമിഴ്നാട്ടിലൊക്കെ വളരെ മുഖ്യമാണ്. നീട്ടിടുമ്പോൾ പൊട്ട് കണ്ടില്ലെങ്കിൽ നമ്മളൊക്കെ രാവിലെ നീട്ട് പൊട്ടൊന്നും വെക്കില്ലല്ലോ, കുടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അവർ പൊട്ട് വെക്കേണ്ടോ, അയ്യേ മുടി ചെയ്തിട്ടില്ല പൊട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് ചീത്ത പറയും. അപ്പോൾ അലങ്കാരം എന്നും പെണ്ണിന് ഒരു ഭൂഷണമാണ്. അവള് അലങ്കാരത്തോടെ തന്നെ ഇരിക്കുമ്പോഴാണ് ഒരു മഹാലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അലങ്കാരം. എന്തിനും നമ്മുടെ മഹാലക്ഷ്മിനെ കണ്ടോളൂ, എത്ര ജ്വല്ലറി കാണിച്ചിട്ട് എന്ത് സുന്ദരമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അത്രത്തോളം ഒന്നും വേണ്ട. മഹാലക്ഷ്മിന്റെ അതേപോലെ ഒന്നും ഇരിക്കണ്ട. എന്താ മഹാലക്ഷ്മിന്റെ അതേപോലെ ഇരുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോ? മഹാലക്ഷ്മിയാണമ്മ. അതെ, പക്ഷെ അങ്ങനെ ആഭരണഭൂഷിതമായിട്ട് എപ്പോഴും ഇരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അമ്മ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടോ? വൃത്തിയായി വസ്ത്രധാരണം ചെയ്യണം, കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങി ഒക്കെ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാണുന്നവർക്കും നല്ലതാണ്, നമുക്കും ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും. നമ്മളിങ്ങനെ നമ്മളെ കുറിച്ച് തന്നെ ഒരു കണ്ണടിയിൽ നോക്കുക, കുഴപ്പമില്ല എന്നെ കാണാം. അങ്ങനെ മറ്റുള്ളവർക്കും അതേപോലത്തെ അനുഭവമായിരിക്കും. മുഷിനാരി ഒരു ജാതി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആരും ഇഷ്ടപ്പെട്ടില്ല. മക്കളെന്നെ പറയും, എന്താ അമ്മ ഈ കോലം പറയില്ലേ? പറയും. ഞാൻ അങ്ങനെ ഇരിക്കാത്തോണ്ട് നിങ്ങൾ പറയുന്നില്ലേ, ഞാൻ എന്ത് വൃത്തിയായിട്ടായിരിക്കുക. നീ ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഒരു ദിവസം. ചില ദിവസങ്ങളിൽ ഉച്ച നേരത്ത് ഊണൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി നീട്ടിട്ട് മുഖം ഒന്ന് കഴുകാണ്ട് ചിലപ്പോൾ ഇരിക്കും. എന്താമ്മ നമ്മുടെ മുഖം ഇങ്ങനെ, അമ്മയ്ക്ക് ആ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്നിരുന്നൂടെ? അപ്പോൾ അങ്ങനെയാണ് മക്കൾ പോലും ചോദിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുങ്ങി ഒക്കെ ഇരിക്കണം. ഒരുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയായി നല്ല വസ്ത്രം, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് മുടിയൊക്കെ ഒന്ന് ചീന്തി കുളി നനയൊക്കെ വേണം ദിവസം. അങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ സെൽഫ് കോൺഫിഡൻസും ആണ്, കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ അങ്ങനെ ഇതിലെല്ലാം ഉണ്ട് ഈ ശക്തർ എന്ന് പറയുന്ന ഒരു വാക്ക്. പിന്നെ നീ പറഞ്ഞ പോലെ വെളുത്തിട്ടോ കണ്ണുകളും മൂക്കുകൾക്കൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യർ. അത് സൃഷ്ടിയിലെ വ്യത്യാസമാണ്. അതൊന്നും സൗന്ദര്യത്തെ ബാധിക്കില്ല. നമ്മൾ നല്ല കുറച്ച് വൃത്തിയായിട്ട് നടന്ന് നമ്മുടെ മുഖത്ത് എന്നും ഒരു ചിരി പ്രസന്നത ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഭംഗിയാണ്. അതിനൊരു ഭംഗിയുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിക്കും ഭംഗിയുണ്ട്. ചിലപ്പോൾ കണ്ണിന് ചെറിയൊരു വ്യത്യാസം, മൂക്കിനോ ചെവിക്കോ പല്ലിനോ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും കൂടി ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയിലും ഒരു ഭംഗിയുണ്ട്. അത് നമ്മൾ കുറച്ച് അതിനെ ഒന്ന് വിലുക്കിയെടുക്കണം. അതായത് നമ്മൾ വൃത്തിയായിട്ടിരിക്കുക, വൃത്തിയായി നമുക്ക് കഴിയുന്ന പോലെ ഒന്ന് ഒരുങ്ങുക, എന്നിട്ട് എന്നും പ്രസന്നമായ ഒരു മുഖത്തോടെ ഇരിക്കുക. അതിൻ്റെ ഒരു ഭംഗിയാണ്. അയ്യോ എന്നും നോക്ക് അവർ നല്ല പ്രസന്നവതിയായിരിക്കും, അവരെ കാണാൻ നല്ല ഇഷ്ടമാണെന്ന് പറയും. അത് മുഖം ഇങ്ങനെ വിളിക്കും. ചിലരെ കണ്ടിട്ടുണ്ടോ ചുരുക്കുകയില്ല. അപ്പോൾ എന്താ അവരെപ്പോഴും ഇങ്ങനെ, അവരുടെ മുഖം എപ്പോഴും എന്താ അങ്ങനെ പറയില്ലേ? അത് കേൾക്കരുത്. ഒരുപാടായോ? ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ പരിപാടിയായി. ഇനി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി തോരണം എന്തോ അതായി. ഞാൻ ഉപ്പേരി എന്നാ പറയാ. അപ്പോൾ അതായി. ഇനിയിപ്പോൾ ആ മീനും കൂടി വറുത്ത് 2 കൊണ്ടാട്ടമുളകും കൂടി വറുത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് കൂട്ടിയിട്ട് ഞാനും ഇവനും കഴിക്കും. അച്ഛനത്തിരി തൈരുണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കും. വേറെ കറിയൊന്നും വെക്കുന്നില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും വരണ്ടോ ഞങ്ങളുടെ കൂടെ കഴിക്കാൻ? വരും. നിങ്ങൾ വരില്ല, വെറുതെ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്. ഒരിക്കൽ